ലബി പോയി ഇത് ചെയ്യാന്നുള്ളത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല. സാധനം ഉണ്ടോന്ന് അവര് ചെക്ക് ചെയ്യും. സാധനം കണ്ടുപിടിച്ച അതുകൊണ്ട് തന്നെ അവരെ തീർത്തു കളയും. മധുര, സാധനം കയ്യിലുണ്ടോ ഇല്ലയോ? പേടിയാവുന്ന മധുര, പറ, സാധനം കയ്യിലുണ്ടോ? സാധനമുണ്ട്. എവിടെയാണ് വെച്ചിരിക്കുന്നത്? അതെ, സാധനത്തിന്റെ കൂടെ. എന്തോന്ന്? ഒരുപാട് ചുറ്റിയിട്ടുണ്ടല്ലോ. കുത്തില്ലടാ. അതും ശരിയാണ്. സായിപ്പിന് പോലും ഇത്ര ഐഡിയ വരൂല. ഓക്കെ. അയ്യോ, ഇതെന്താ കറണ്ട് കട്ടാ? ഏയ്, ആ ജനറേറ്ററിൽ ഓൺ ചെയ്യടേ. ഈ സാധനം പോലെ കഴിക്കാൻ എവിടെയാ? ഗ്ലാസ് കുപ്പിയൊക്കെ എവിടെ ഇരിക്കുന്നത്? ആരാണ് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തേ? പോയി ചെയ്യടാ, വേഗം ചെയ്യേ. എന്താ നീ പറയുന്നേ? ആരെ കൊണ്ട കാര്യം? എന്താണ് അത് കറണ്ട് പോയത്? എന്താ സുന്ദര, ചീട്ടുകളിലേക്ക് എങ്ങനെ നടക്കുന്നു? എന്താ പറ്റിയത്? ഇത് ആരും ചെയ്തത്? അതെ, ആരെങ്കിലും ഒന്ന് വന്നേ. നീ അവനെ വിടരുത്, ഇത് ഞങ്ങൾ നോക്കിക്കോളാം. മൈക്കിൾ, സെൽവി, നിന്റെ അച്ഛനെന്ന അറിയാതെ കുത്തിപ്പോയതാടി. എന്നെ ക്ഷമിച്ചേടി. വലിയ തെറ്റാ മൈക്കിൾ. പക്ഷെ നീ കുത്തിയത് നാട്ടുകാരെല്ലാം കണ്ടില്ലേ? ആരെങ്കിലും സാക്ഷി പറഞ്ഞ നിന്റെ ഭാവി നശിക്കില്ലേ? സാക്ഷി ആരും പറയില്ലടി. പക്ഷെ നിന്റെ അച്ഛനേടി ഞാൻ കുത്തിയത്. എന്തിനാ ഇപ്പൊ കരയുന്ന? അതിന് എന്റെ അച്ഛൻ ചത്തില്ലല്ലോ, രക്ഷപ്പെട്ടില്ലേ? നമുക്കിനി ഇവിടെ നിൽക്കണ്ട. ആരെങ്കിലും വരുന്നതിന് മുമ്പ് നമുക്ക് ദുബായിക്ക് പോവാം. ഇതുപോലെ ഒരു സമയത്ത് നിന്റെ അച്ഛനെ വിട്ട് എങ്ങനെയാടി പോവാ? ഇത് നോക്ക്, എന്റെ അച്ഛനെ നോക്കാൻ എന്റെ അമ്മയുണ്ട്. നിന്നെ നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. നീ എന്റെ അച്ഛനെ പോലെ നോക്കില്ലേ മൈക്കിൾ? നീ പറഞ്ഞ ശരി. വാ, നമുക്ക് ഇവിടുന്ന് പോവാം. ഒരുപാട് വൈകി.
ശരിയടാ മധുരേ. എന്തിനാടാ കളിക്കുകയാണ് നിങ്ങളൊക്കെ? നീ ചെയ്ത കൊലയ്ക്കൊക്കെ ഇന്ന് നീ മറുപടി പറയും. ചെന്താമരിക്ക് അറിയോ? ആധാരമുണ്ടോ? ആരാ സാക്ഷി? സാക്ഷികളൊക്കെ ഉണ്ട്. ആരാടാ സാക്ഷി? ഞാനുണ്ടാ. ക്ലബിലെ കൊലപാതകം, ജഡ്ജിയുടെ കൊലപാതകം, മൊത്തം 18 എണ്ണം. തൂക്ക് കയറി ഉറപ്പാവാനെ. വിലങ്ങെടുത്തിട്ട് വാ. മൈക്കിൾ, ഒരു മിനിറ്റ്, ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാം. മൈക്കിൾ, ഞാൻ നിന്നെ പോവാൻ വിടില്ല. ഞാൻ വരാം. തീർച്ചയായിട്ടും വരാം. കരയല്ലേ, കരയല്ലേ. വരാം. സെൽവി, ഓർമ്മയുണ്ടല്ലോ? തീർച്ചയായിട്ടും ഞാൻ വരും. അടിപൊളി. ഞങ്ങൾ പ്ലാൻ ചെയ്ത പോലെ മധുരയെ ജയിലിൽ നിന്നും രക്ഷപ്പെടുത്തി. കാരണം അന്നായിരുന്നു സെൽവിയുടെ കല്യാണം. സെൽവി മൈക്കിളിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ചെറുതായിട്ട് വേദനയുണ്ട്. സാരമില്ല, എടാ രണ്ടുപേരും ഒന്ന് ഇറങ്ങിനടാ. താലി കെട്ടുമ്പോഴത്തേക്ക് സെൽവിനെ പൊക്കടാ. മധുര ഒന്ന് വേം വാ. സോമ എല്ലാം എടുത്ത് വെക്ക്. ആ ആ. മധുര നീ എന്ത് നോക്കിക്കൊണ്ട് നിൽക്കുക? സമയായി. എടാ താലി കെട്ട സമയമായി, പെട്ടെന്ന് പോയി പൊക്കടാ. എടാ എന്തിനാ നീ ഇങ്ങനെ തലയാട്ടിക്കൊണ്ട് നിൽക്കുക? നിനക്കത് വട്ടി പിടിച്ചോ? എന്റെ കൂടെ വന്നിട്ട് അവൾ എന്താടാ ചെയ്യാൻ പോകുന്നത്? സത്യം ചെയ്തിട്ട് സംഭവം ചെയ്തില്ലേ? നമ്മുടെ ജീവിതം ഒരിക്കലും മാറില്ലടാ. അവളുടെ ജീവിതമെങ്കിലും ഒന്ന് മാറട്ടെ. കത്തിയെടുത്തവൻ ജീവിതത്തിൽ തോറ്റുവെന്ന് എല്ലാവരും പറയാറുണ്ട്. പക്ഷെ കത്തിയെടുത്തവൻ സ്നേഹത്തിൽ തോറ്റുവെന്ന് ആരും പറഞ്ഞിട്ടില്ല. എടാ ഇതിനു വേണ്ടിയാണ് നിന്നെ കഷ്ടപ്പെട്ട് പുറത്തിറക്കിയേ. നീ സെൽവിയെ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയല്ലേ? പ്രേമിച്ച പെണ്ണിനെ കെട്ടുന്നത് മാത്രമല്ല സ്നേഹം. പ്രേമിക്കുന്ന പെണ്ണ് നന്നായിരിക്കണം എന്ന് നമ്മൾ വിചാരിക്കണം. അതാണ് ശരിക്കുള്ള സ്നേഹം. അവള് നന്നായിരിക്കണം. അവള് കുറെ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, നീ കാരണം ആരെങ്കിലും ജീവിച്ചിട്ടുണ്ടോ എന്ന്. ഇപ്പൊ ഞാൻ കാരണം അവള് ജീവിക്കട്ടെ, നല്ലോണം ജീവിക്കട്ടെ, സന്തോഷമായിട്ട് ജീവിക്കട്ടെ. പെണ്ണുങ്ങളുടെ കാര്യത്തിൽ എല്ലാരും നിന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. പക്ഷെ നിന്റെ നല്ല മനസ്സ് ആരും അറിയുന്നില്ലല്ലോടാ. അറിയാതിരിക്കട്ടെ. അടിപൊളി, നീ വണ്ടി എടുക്ക്. പറഞ്ഞേക്ക്. ഇതിനൊന്നും ഒരു കുറവുമില്ല. എന്തിനാ ഇവനിപ്പോ സെൽവി ഇട്ടേച്ച് വന്നത്? ഇവിടുന്ന് പോണ്ടിച്ചേരിയിലേക്ക് പോന്ന് പറയുന്നു. പോരാത്തതിന് അവിടുന്ന് ദുബായി എന്ന് പറയുന്നു. ഒട്ടകച്ചാണകം വാരിപ്പിക്കുന്നാണല്ലോ തോന്നുന്നത്. ശരിക്കും പറഞ്ഞ എന്റെ ജാതകം ശരിയല്ല. മധുര, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. സത്യം പറ, നീ എന്തിനാ സെൽവിയെ വേണ്ടെന്ന് വെച്ച്? കാരണം അവിടെ കാണുമ്പോൾ എനിക്ക് പാവം തോന്നടാ. എത്ര പേരുടെ ജീവൻ ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷെ അവൾക്ക് മാത്രമാണ് ഞാൻ എൻ്റെ ജീവൻ കൊടുത്തിരിക്കുന്നത്. സാരമില്ല, അവൾ നന്നായിരിക്കണം, നന്നായിരിക്കും. ഇനി മുതൽ ഞാൻ മധുര മൈക്കിളല്ല,
എന്ന് ഞാൻ ഈ മധുര വിട്ട് പുറത്ത് ഇറങ്ങുന്നു അന്ന് മുതൽ വെറും മൈക്കിളാണ്. മൈക്കിൾ മാത്രമാണ്. മധുരേ, മൈക്കിൾ, പോകാം. മധുരയിൽ നിന്ന് നേരെ പോണ്ടിച്ചേരി പോർട്ടിലേക്ക് പോണം. അവിടുന്ന് ഞാൻ, സോമ, പിന്നെ മൈക്കിൾ, ഞങ്ങൾ 3 പേരും കൂടി ദുബായിക്ക് രക്ഷപ്പെട്ടു. ദുബായിയെ ഞങ്ങൾ വിറപ്പിച്ചു. ദുബായിയെ ഞങ്ങൾ വിറപ്പിച്ചു. ദുബായിലുള്ള ഓരോ ഗുണ്ടകളെ ഞങ്ങൾ വിറപ്പിച്ചു. ഇനി ഈ കഥ അവസാനിച്ചിട്ടില്ല.